ഈ കോറും കമ്മിറ്റ്മെൻറ്റും ഒക്കെ നിർബന്ധമായി നമ്മൾ പഠിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ചില അച്ചീവ്മെൻ്റൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അത്തരത്തിലൊരു അച്ചീവ്മെൻ്റാണ് MOM-3D, 4ാമത്തെ ഒബ്ജക്റ്റീവ് എലമെൻറ്റ് 3ാമത്തെ സ്റ്റാൻഡേർഡിൽ. അത് നമ്മളെ മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത് ഈ ഹൈ റിസ്ക് മെഡിക്കേഷൻസ്, എസ്പെഷ്യലി നാർക്കോട്ടിക് മെഡിസിൻ പോലെയുള്ള കാര്യങ്ങൾ, അത് എവിടെയാണോ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആ സ്ഥലങ്ങളിലാണ്, അതിൻ്റെ അത്യാവശ്യമുള്ള സ്ഥലങ്ങളിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ചില സ്പെഷ്യൽ വാർഡുകളിൽ, OTയിൽ, ICUയിൽ, അങ്ങനെ ഇത് എവിടെയാണോ ആവശ്യമെന്ന് പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള ഏരിയാസ്, മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട ഏരിയയിൽ അശ്രദ്ധമല്ലാതെ വേണം അതിനെ അഡ്മിനിസ്റ്റർ ചെയ്യാനായിട്ട്. ശ്രദ്ധയോടെ, വളരെ ശ്രദ്ധയോടെ. അത് ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട്. ആ റെഗുലേഷൻസിനെ ബേസ് ചെയ്തിട്ട് വേണം അതിനെ സേഫ് ഗാർഡ് ചെയ്തിട്ട് ആ ഏരിയകളിൽ സൂക്ഷിക്കാനായിട്ട്. പ്രീ ഡിഫൈൻഡ് ഏരിയാസ് ആയിരിക്കണം. ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ആർ സ്റ്റോർഡ് ഇൻ ഏരിയ ഓഫ് ദ ഓർഗനൈസേഷൻ വേർ ഇറ്റ് ഈസ് ക്ലിനിക്കലി നെസസറി. ക്ലിനിക്കലി നെസസറി ആയിട്ടുള്ള ഏരിയാസിൽ കൃത്യമായിട്ടും ഉത്തരവാദിത്ത ബോധത്തോടു കൂടി സൂക്ഷിക്കേണ്ടതാണ്. ഇതിനൊരു ലിസ്റ്റ് ഉണ്ടാവണമെന്ന് നമ്മൾ 3Cയിൽ കണ്ടു. ആ ലിസ്റ്റ് ഇവിടെയും ഉണ്ടാവണം. ആ OTയിലാണോ ICUയിലാണോ എവിടെയാണോ ഈ ഹൈ റിസ്ക് മെഡിക്കേഷൻസ് ആവശ്യമുള്ളത് അവിടെ സൂക്ഷിക്കണം. അച്ചീവ്മെൻ്റാണ് MOM-3D.